The triangle shown below is equilateral. ഒരു സമചതുര ത്രികോണത്തിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. Find the coordinate of its vertices. ത്രികോണത്തിന്റെ മൂലകളുടെ എല്ലാം സൂചക സംഖ്യകൾ കാണുക. ഇവിടെ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അഥവാ സമഭുജ ത്രികോണം. എന്താ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ കോണുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ കോണുകൾ വരച്ച ചിത്രം കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് വരച്ചു നോക്കാം. അതായത് എല്ലാ കോണുകളും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺ എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലെ? ഇനി നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഹൈറ്റ് വരച്ചു കഴിഞ്ഞാൽ അത് ബേസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ 2, ഇവിടെ 2, ടോട്ടൽ 4 ആണല്ലോ, 2, 2 വരും. ഇനി ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 90, അപ്പൊ ഇവിടെ 30. ഇനി 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. അപ്പൊ 1ന്റെ സ്ഥാനത്ത് 2 ആണെങ്കിൽ √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 2√3 അല്ലെ? 1ന്റെ വില കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. 1ന് 2 ആണ്, അപ്പൊ √3ക്ക് എത്രയായിരിക്കും? 2√3. ഇനി നമ്മളോട് കോർഡിനേറ്റ് കാണാനല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ? 4 ആണ്. അപ്പൊ ഈ കോർഡിനേറ്റ് 4, 0 വരും അല്ലെ? ഇനി ഇവിടുത്തെ മുകളിലുള്ള കോർഡിനേറ്റ് 3 മൂലകളുടെ തന്നിട്ടുള്ളത്. ഇവിടുത്തെ എക്സ് നേരെ താഴോട്ട് ഇങ്ങനെ നോക്കിയേ, എത്ര വരിക? പറഞ്ഞത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ബേസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയേ ഉള്ളൂ? 2. അപ്പൊ ഇവിടെ 2. ഇനി y എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് എത്രയാ? 2√3. അപ്പൊ ഇവിടെ 2√3 ആയി അല്ലെ? ഇത് ഒറിജിന്, അപ്പൊ 0, 0. ഓക്കെ, ഞാൻ ആ ചിത്രം ഒന്ന് വരച്ചാണ്ട് കറക്റ്റ് പെൻസിൽ ഉപയോഗിച്ച് വരച്ചാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ടോട്ടൽ 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിനെ ഈക്വൽ ആക്കിയിട്ട് 2, 2 വരും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു ആംഗിൾ 60 വരും, ഇവിടെ 90 വരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ 30 വരും. ഇനി ട്രയാങ്കിൾ BCO എടുക്കുക, അഥവാ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ട്രയാങ്കിൾ എടുക്കുക. അതിന്റെ കോൺ എന്ന് പറയുന്നത് 30, 60, 90 ആണ്. 30, 60, 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ എത്രയാ? 1:√3:2. അതില് 30ന് ഓപ്പോസിറ്റ് അഥവാ 1ന്റെ സ്ഥാനത്തെ വില നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ √3യുടെ സ്ഥാനത്ത് BCയുടെ ഹൈറ്റ് എത്രയായിരിക്കും? 2√3. നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കാം അല്ലെ? 2√3. അപ്പൊ BCയുടെ നീളം കിട്ടിയ എത്രയാ? 2√3. ഇനി A എന്ന് പറയുന്ന പോയിന്റിന്റെ സൂചക സംഖ്യകൾ, ഇവിടുന്ന് ഇതുവരെയുള്ള നീളം 4 ആണ്. അപ്പൊ ഇവിടെ 4, 0 വരും. ഇനി ബിയുടെ സൂചക സംഖ്യ, ഇവിടുന്ന് സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാ? 2 ലെങ്ത് ആണ്, 2 യൂണിറ്റ് ആണ്. അപ്പൊ x 2 ആണ്. y എന്ന് പറയുന്നത് BCയുടെ ലെങ്ത്, അത് നമുക്ക് കിട്ടിയ എത്രയാ? 2√3. അപ്പോ 2√3 എന്ന് വരും. പിന്നെ O എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. അപ്പോ 0, 0. ഇപ്പൊ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ 3 മൂലകളുടെയും സൂചക സംഖ്യകൾ കിട്ടിയില്ല. ഓക്കെ.